ഇത് ബോംബ് നിർവീര്യമാക്കുന്നതിനിടെ സംഭവിച്ചതല്ല. നമ്മളൊക്കെ കഴിക്കുന്ന മാമ്പഴം ഒന്ന് കത്തിക്കാൻ ശ്രമിച്ചതാണ്. കാൽസ്യം കാർബൈഡ് കലർന്ന മാമ്പഴത്തിൽ പെട്രോൾ ചേർന്നപ്പോൾ അത് സ്ഫോടക വസ്തുവായി മാറി. ഇരുമ്പ് വെൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അസറ്റ്ലീൻ വാതകമാണ് കാൽസ്യം കാർബൈഡ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നോർക്കുക. നമ്മുടെ പ്രവാസികൾക്ക് കഴിക്കാനായാണ് കരിപ്പൂരിലെ കയറ്റുമതി കേന്ദ്രങ്ങളിൽ ഇങ്ങനെ മാങ്ങ പഴുപ്പിക്കുന്നത്. ഈ വിവരം ലഭിച്ച ഞങ്ങൾ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരോടൊപ്പം അവിടെ എത്തി. കണ്ട കാഴ്ച ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. അസിറ്റിലിൻ എന്ന ഗ്യാസാണ് ഇത് പഴുപ്പിക്കുന്നതിന് കാരണമാകുന്നത്. ഇത് ഒരു കാർസിനോജൻ ആയതുകൊണ്ട് തന്നെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006 പ്രകാരം ഇത് നിരോധിച്ചിട്ടുള്ളതാണ്. ഇതിന് മുൻപുണ്ടായിരുന്ന മായം ചേർക്കൽ നിരോധന നിയമപ്രകാരവും ഈ ആർട്ടിഫിഷ്യൽ റൈപ്പനിങ് ഏജൻസ് ഇന്ത്യയിൽ നിരോധിച്ചിട്ടുള്ളതാണ്. മാരകമാണ്, ക്യാൻസർ ഉണ്ടാക്കുന്ന ഏജന്റാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ ഇത് ആരോഗ്യത്തിന് വളരെ വലിയ ഭീഷണിയാണ്. പച്ചമാങ്ങ അടുക്കി വെച്ച പെട്ടികളിൽ 2-3 കാർബൈഡ് പൊതികൾ. പൊതികളില്ലാത്ത ഒരു പെട്ടി പോലും കണ്ടെത്താനായില്ല. എല്ലാം ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു. 1 ടണ്ണോളം മാങ്ങ പിടിച്ചെടുത്തു. സാമ്പിൾ ശേഖരിച്ച ശേഷം ബാക്കി പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. ക്യാൻസറിന് കാരണമാകുന്ന കാൽസ്യം കാർബൈഡാണ് പാവം പ്രവാസികളെ ഈ കയറ്റുമതിക്കാർ തീറ്റിക്കുന്നത്. ഇവിടെ നിന്ന് കയറ്റിപ്പോകുന്ന ഒന്നിനും വിമാനത്താവളത്തിൽ ഒരു ഗുണനിലവാര പരിശോധനയും ഇല്ല എന്നതാണ് സങ്കടകരം. ക്യാമറമാൻ PV സന്ദീപിനൊപ്പം മുഹമ്മദ് നൌഫൽ, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.